തലസ്ഥാന ജില്ല ആര് പിടിക്കുന്നുവോ അവരായിരിക്കും കേരളം ഭരിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അത് ഒരു കണക്കിന് ശരിയാണ്. ഇപ്പം 2021 കാര്യം തന്നെ നോക്കിയാൽ തലസ്ഥാനത്ത് 14 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 14 എണ്ണം തിരുവനന്തപുരം ജില്ലയിൽ. അതിൽ 13 ഇടങ്ങളിലും LDF ആണ് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത്. ഒരിടം മാത്രമാണ് UDFിൻ്റെ കൈവശമുള്ളത്. അത് കോൺഗ്രസിനാണ്. കോവളം നിയോജക മണ്ഡലം M. വിൻസെൻ്റ്. ബാക്കി 13 ഇടങ്ങളിലും LDF ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അതായത് എപ്പോഴും തിരുവനന്തപുരം ജില്ല പറയുമ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു ജില്ല കൂടിയാണ്. ഏറെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരവും തൃശ്ശൂരും ആലപ്പുഴയും ജില്ലകൾ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. അതിലെ A ക്ലാസ് തന്നെയാണ് തിരുവനന്തപുരം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 ഇടങ്ങളിൽ BJP ഒന്നാമത് നിൽക്കുന്ന ഇടം കൂടിയാണ്. അങ്ങനെയുള്ള ഈ തിരുവനന്തപുരം ജില്ലയിൽ UDF ഒന്നാഞ്ഞ് പരിശ്രമിച്ചു കഴിഞ്ഞാൽ 2026 ഒരു 5 ഇടങ്ങളിൽ, ഇപ്പോഴത്തെ ഒന്നും കൂടാതെ 5 ഇടങ്ങളിൽ കൂടി അവർക്ക് ജയിക്കാനായി സാധിക്കും. കോവളം മണ്ഡലം അവർ നിലനിർത്തും എന്തായാലും 26-ലും. കാരണം വിൻസെൻ്റ് അത്രത്തോളം അവിടെ ജനകീയനായി തീർന്നിരിക്കുകയാണ്. ജനോപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം നടപ്പിൽ വരുത്തുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു അവസരമാണ് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതുതായി 5 മണ്ഡലങ്ങൾ കൂടി UDF പിടിച്ചെടുക്കണം. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. ഒന്ന്, അപ്പോൾ കോവളം അവർ UDF നിലനിർത്തും. 2, വട്ടിയൂർക്കാവ് UDF കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം 2011-ലും 2016-ലും K. മുരളീധരൻ ജയിച്ച മണ്ഡലമാണ്. അപ്പോൾ K. മുരളീധരനെ 2016-ൽ വിജയിച്ചു, 2011-ലും 2016-ലും. അതിനുശേഷം ഇദ്ദേഹത്തെ 19-ല് വടകരയിലേക്ക് കൊണ്ടുപോയി. വടകരയിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. UDF തരംഗമുണ്ടായി. P. ജയരാജനെ തോൽപ്പിച്ച് പാർലമെന്റിലേക്ക് പോയി. വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് തിരുവനന്തപുരത്തിൻ്റെ മേയറായ ബ്രോ എന്നുള്ള വിശേഷണത്തോടു കൂടിയ VK പ്രശാന്ത് അവിടെ വിജയിച്ചു വരുന്നത്. 2021-ലും പ്രശാന്തിൻ്റെ തുടർ വിജയം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ മുരളീധരൻ അവിടെ വലിയ ജനകീയനാണ്. നായർ വോട്ടുകൾ നല്ല രീതിയിലുള്ള ഒരു മണ്ഡലമാണ് ഈ വട്ടിയൂർക്കാവ്. ഈ വട്ടിയൂർക്കാവിൽ BJPക്ക് ഏറെ നോട്ടമുള്ള ഇടമാണ്. അവിടെ വളരെ ചില പ്രധാനപ്പെട്ട അവർ തന്നെ ആയിരിക്കും മത്സരിക്കുക എന്നുള്ള നീക്കമാണ് നടത്തുന്നത്. ഇപ്പോൾ തന്നെ പല പേരുകളാണ് അവിടെ പറയുന്നത്. BJPയുടെ നടൻ കൃഷ്ണകുമാർ, അതുപോലെ തന്നെ മുൻ IG ശ്രീലേഖ, ഇവരുടെയൊക്കെ പേരുകൾ വട്ടിയൂർക്കാവിൽ പറയുന്നുണ്ട്. അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇടമാണ്. CPMനെ പലവട്ടം അവിടെ 3-ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള ഇടമാണ്. CPMന്റെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു ഒരു സമയത്ത്. ഇപ്പോൾ VK പ്രശാന്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ് 19-ല്. അതുകൊണ്ട് മുരളീധരനെ തന്നെ ഇവിടെ ഇറക്കാനാണ് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. കാരണം BJP ഏത് തരത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ മുരളീധരനെ കൊണ്ടുപോയാൽ മതി എന്നുള്ള ഒരു കണക്ക് കൂട്ടലിലാണ് നേമത്ത് കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂരിൽ കൊണ്ടുവന്ന് സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താമെന്നാണ് കരുതിയത്. പക്ഷെ അവിടെ പാർട്ടി തന്നെ കാലുവാരി എന്ന് മുരളീധരൻ പിന്നീട് പറയുകയുണ്ടായി. അപ്പോൾ K. മുരളീധരനെ വട്ടിയൂർക്കാവിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് VK പ്രശാന്തിൽ നിന്ന് പിടിച്ചെടുക്കാമെന്നാണ് കരുതുന്നത്. പക്ഷെ എന്തായാലും അതിശക്തമായ മത്സരമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. മൂന്നാമത് വരുന്നത് തിരുവനന്തപുരം സെൻട്രലാണ്.
പഴയ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലമാണ്. ഇപ്പോൾ അവിടെ ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവാണ്. ഈ ജനാധിപത്യ കേരള കോൺഗ്രസിലെ ഒറ്റയാൾ പട്ടാളമാണ്. ആന്റണി രാജുവിന് എന്തായാലും അവിടെ സീറ്റ് കൊടുക്കത്തില്ല. കാരണം ലത്തീൻ സഭയുടെ പിന്തുണ തന്നെ അദ്ദേഹത്തിന് അവിടെ നഷ്ടപ്പെട്ടു പോയി. അന്ന് 2021 ശിവകുമാറിന് എതിരെ പലതരത്തിലുള്ള പരാതികളും നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടത്. അതുകൊണ്ട് തിരുവനന്തപുരം സെൻട്രലിലെ ശിവകുമാറിനെ ഇത്തവണ നിർത്തില്ല. പകരം അരുവിക്കരയിൽ മത്സരിച്ച കാർത്തികേയന്റെ മകനായ ശബരിനാഥിനെ അവിടെ നിർത്താനാണ് പാർട്ടിയുടെ തീരുമാനം. പക്ഷേ ഈ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തില് UDF-ലെ ഘടകകക്ഷിയായ CMBയുടെ CP ജോൺ നോട്ടം ഇട്ടിരിക്കുന്ന മണ്ഡലം കൂടിയാണ്. അദ്ദേഹം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി എന്ന് വരെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇത് അവിടെ ഒരു തർക്ക വിഷയത്തിലേക്കായിരിക്കും നീങ്ങുക. കാരണം ശബരിനാഥന് തിരുവനന്തപുരം അരുവിക്കര മണ്ഡലത്തിൽ ഇനി ഒരു വിജയ സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പാർട്ടിക്ക് നല്ല ഇടമുണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു അരുവിക്കര. അത് ശബരിനാഥനായിട്ട് കളഞ്ഞു കുളിച്ചു എന്നുള്ള പരാതിയും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ശബരിനാഥന് തിരുവനന്തപുരം സെൻട്രൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രലിന് വേണ്ടിയിട്ട് CP ജോണുമായിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഘടകകക്ഷിയാണ്. CMBക്ക് ഒരു സീറ്റാണുള്ളത്. CMBയിൽ നിന്ന് CP ജോൺ ജയിച്ചു വന്ന് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മന്ത്രി കൂടിയായിരിക്കും. അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലെ 2021 മത്സരിച്ച ശിവകുമാറിനെ അരുവിക്കരയിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അരുവിക്കര തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അരുവിക്കരയിൽ സ്റ്റീഫനാണ് 2021 ശബരിനാഥിനെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ പിന്നീട് വരുന്നത്, അപ്പോൾ 4ാമത്തെ മണ്ഡലം അരുവിക്കര. 5ാമത് വരുന്ന മണ്ഡലം വർക്കലയാണ്. വർക്കല പൊതുവെ UDF-ന് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള കാലം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് കൈമോശം വരികയുണ്ടായി. മുസ്ലിം ലീഗിനൊക്കെ തന്നെ വിഭാഗത്തിന് വളരെ അല്പം ഇടമുള്ള ഒരു മണ്ഡലമാണ് അത്. വർക്കലയും UDF-ന് തിരിച്ചു പിടിക്കാമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇതില് 14 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ ഒരു 5 മണ്ഡലം കോൺഗ്രസ് നേടും എന്നുള്ള വ്യക്തമായ കണക്കുകൂട്ടലോടുകൂടിയ പ്രവർത്തനമാണ് നടക്കുന്നത്. അതുപോലെ BJP തിരുവനന്തപുരം ജില്ലയിലെ ഒരു 3 ഇടങ്ങളിൽ ഉറപ്പായ വിജയം ഉണ്ടാകും. ചിലപ്പോൾ അത് 4ലേക്ക് വരെ പോകാനും സാധ്യതയുണ്ട്. വട്ടിയൂർക്കാവിൽ എന്തായാലും അതിശക്തമായിട്ടുള്ള മത്സരമായിരിക്കും. BJPയുടെ പ്രധാന വിജയം എന്ന് പറയുന്നത് നേമത്തും പിന്നീട് കഴക്കൂട്ടത്തുമാണ്. 2021 ശോഭാ സുരേന്ദ്രൻ അവിടെ 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ്. അതുപോലെ തന്നെ 2 തവണ മത്സരിച്ച് കഴിഞ്ഞാൽ മാറി നിൽക്കണമെന്നുള്ളത് കൊണ്ട് CPM-ൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ മാറി നിൽക്കേണ്ട സാഹചര്യം വരും. കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ SS ലാലായിരുന്നു മത്സരിച്ചിരുന്നത്. കോൺഗ്രസിൽ നിന്ന് കഴക്കൂട്ടത്ത് JS അഖിൽ യുവനിരയിൽ നിന്ന് അഖിലിനെ ഇറക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് കാട്ടാക്കട നിയമസഭാ മണ്ഡലം. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ PK കൃഷ്ണദാസിനെ ഇറക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. കാട്ടാക്കടയിലെ അന്ന് മുരളീധരൻ 1ാം സ്ഥാനത്തെത്തിയ ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. അപ്പോൾ BJP പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഒരു 4 ഇടങ്ങളിൽ, അതിൽ ഒരിട അതിശക്തമായ മത്സരത്തിലേക്ക് പോകും. K മുരളീധരൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നേമം കഴക്കൂട്ടവും കാട്ടാക്കടയും ആണ് BJP പ്രധാനമായിട്ട് ഉന്നം വയ്ക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ഉന്നം വയ്ക്കുന്നത് കോവളം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രലും അരുവിക്കരയും വർക്കലയുമാണ്. അപ്പോൾ തലസ്ഥാന ജില്ല ആരിലേക്ക് ചായും എന്നാണ് ഇനി അറിയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.